ശക്തികളിൽ ഏറ്റവും വലിയ ശക്തി ഏതാണ്? മനഃശക്തിയാണ്. ഇപ്പം നമുക്കറിയാം, ഒരു 50,000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയി വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന ഉപഗ്രഹങ്ങളും അല്ലെങ്കിൽ മിസൈലുകളും സൃഷ്ടിച്ചത് എവിടെയാണ്? മനുഷ്യൻ്റെ മനസ്സിലാണ് അതിൻ്റെ ആദ്യത്തെ ചിന്തകളുണ്ടായത്. നമ്മളെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു ഡിവൈൻ മദർ, ഒരു ജഗദംബ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നത്തിലും ജഗദംബ നമ്മളെ കാത്തുരക്ഷിക്കും. ശ്രീകുമാർ സാർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായ സംഭവം ഉണ്ടായാൽ എല്ലാവരും ഉടനെ തന്നെ എൻ്റെ ഭഗവാനെ, ഈശ്വര എന്ന് കരുതി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ശരിക്കും ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടോ? തീർച്ചയായിട്ടും ഈശ്വരൻ എന്ന ഒരു ശക്തി, നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം ഉണ്ടായപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടായി. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളൊരു പ്രതിപക്ഷ ഭാവനം കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഈ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും മുൻപോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിലൂടെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാം സംരക്ഷിക്കുന്ന ഒരു ഡിവൈൻ മദർ, ഒരു ജഗദംബ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നത്തിലും ജഗദംബ നമ്മളെ കാത്തുരക്ഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14-15 വയസ്സ് വരെ ഒരു കെയറിങ്ങോട് കൂടി ജീവിച്ച ഒരു ജീവി വർഗ്ഗമാണ് മനുഷ്യൻ. എന്തെങ്കിലും മാത്രമേ അതുപോലെ ഒരു സ്വാഭാവികമായിട്ട് 85% മദർലി അഫെക്ഷൻ ആയിരിക്കും നമ്മുടെ 15 വയസ്സുള്ള ഒരു കുട്ടിയിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ സബ് കോൺഷ്യസിൽ നിറയെ ഒരു അഫെക്ഷനാണ് ഉള്ളത്. അപ്പോൾ അതിനെ സഹായിച്ച് അതിൻ്റെ ഒരു ശക്തിയോട് കൂടി ഈ ജഗദംബ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മളെ കാത്തുരക്ഷിക്കുക എന്നുള്ള ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിലൂടെ. എൻ്റെ സംശയം, ഇത് നമ്മുടെ മൈൻഡിലുള്ളൊരു ഒരു ശക്തിയായിട്ടാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? അതെ, ശക്തികളിൽ ഏറ്റവും വലിയ ശക്തി ഏതാണ്? മനഃശക്തിയാണ്. ഇപ്പം നമുക്കറിയാം, ഒരു 50,000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയി വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന ഉപഗ്രഹങ്ങളും അല്ലെങ്കിൽ മിസൈലുകളും സൃഷ്ടിച്ചത് എവിടെയാണ്? മനുഷ്യൻ്റെ മനസ്സിലാണ് അതിൻ്റെ ആദ്യത്തെ ചിന്തകളുണ്ടായത്. അല്ലെങ്കിൽ അങ്ങ് അടുത്ത ചൊവ്വയിലോ ബുധനിലോ എത്തിപ്പെടുന്ന അത്രത്തോളം ദൂരത്തിലേക്ക് പോകാനുള്ള ഒരു ചിന്തയെ സൃഷ്ടിച്ചത്, അത് സാധിച്ചത് ആ ചിന്തയാണ്. അപ്പോൾ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് പ്യൂർ മൈൻഡിൻ്റെ ഒരു ശക്തിയാണ്. അതുപോലെ പുതിയ കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുക, വലിയ വലിയ ബിസിനസ് സമുച്ചയങ്ങൾ സൃഷ്ടിക്കുക, ആശയങ്ങൾ സൃഷ്ടിക്കുക, ഇതെല്ലാം മനസ്സിൻ്റെ ഒരു ശക്തിയാണ്. നമ്മൾ കേട്ടിട്ടില്ല, ഇപ്പം ശ്രീ പരമഹംസ യോഗാനന്ദജിയുടെ അദ്ദേഹം ക്രിയായോഗയിലെ വലിയൊരു ഗുരുവാണ്. 10,000 ആളുകളെ ആത്മീയതയുടെ തലങ്ങളിലേക്ക് ഉയർത്തിവിട്ട വലിയൊരു മഹാപുരുഷനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അദ്ദേഹത്തിൻ്റെ സ്പീച്ചസൊക്കെ, അദ്ദേഹം 1952 സമാധിയായതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചസൊക്കെ ഇന്നും പുസ്തക രൂപത്തിൽ വിപണിയിലൊക്കെ അവൈലബിൾ ആണ്. ഒരു യോഗിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ജീവിത ആത്മകഥയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ മൈൻഡ് പവറിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ലഗിമാ സിദ്ധൻ, പല സിദ്ധികളുള്ള ആളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കാമെന്ന് വിചാരിക്കും, ഇപ്പോൾ നമുക്കൊരു റോസിൻ്റെ മണം, ഒരു റോസ് പുഷ്പത്തിൻ്റെ മണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും പോലും ഏത് മണമാണ്. അപ്പോൾ നമ്മൾ റോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ആ റോസ് പുഷ്പത്തിൻ്റെ മണം നമുക്ക് കിട്ടും എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള സിദ്ധികളെല്ലാം, അത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു സിദ്ധിയൊന്നും. അപ്പോൾ അതുപോലെ അത്തരത്തിലുള്ള എല്ലാ സിദ്ധികളും നേടിത്തരുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനെയും തരുന്നത് മനഃശക്തി എന്ന വളരെ മഹത്തായ ഒരു ശക്തിയാണ്. അപ്പോൾ ഈ മനഃശക്തി, നമ്മളിൽ ഉള്ളിൽ ഒരു ജീവശക്തിയുണ്ട്, അതായത് സുപ്രീം കോൺഷ്യസ്നെസ്, അവബോധം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ഈ മനുഷ്യൻ്റെ ഓരോ ജീവജാലത്തിൻ്റെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ് പോലെ ഈ പ്രപഞ്ചത്തിൽ, ഈ യൂണിവേഴ്സിലൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. അതാണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. അപ്പോൾ അതിനെ മോൾഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ശരിക്കും പ്രയർ, അല്ലേ? അതെ, ആ ഒരു യൂണിവേഴ്സൽ പവറിലേക്ക്, അതായത് നമ്മുടെ ജീവശക്തിയിലുള്ള ആ ഒരു ജീവശക്തി ഈ ഒരു കോസ്മിക് കോൺഷ്യസ്നെസ്സുമായിട്ട് കൂടി സംയോഗം ചെയ്യുന്ന ഒന്നാണ് യോഗ. അതിൻ്റെ ഒരു സുപ്രീം കൺസെപ്റ്റാണ് യോഗ എന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഈ സുപ്രീം കോൺഷ്യസ്നെസ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിത്തരും. അപ്പോൾ അതിൽ പ്രയറിലൂടെ നമ്മൾ അഫോം ചെയ്യുകയാണ്. നമ്മുടെ അഫോമേഷനിലൂടെ നമ്മുടെ ശക്തമായ ഏകാഗ്രതയോടുകൂടി നമ്മൾ അഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അഫോം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും. പിന്നെ നമ്മുടെ ശ്രമം കൊണ്ടും, തീർച്ചയായും നമ്മൾ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം സാധ്യമാണോന്നില്ല, പക്ഷെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളൊരു വലിയൊരു യോഗിയാണെങ്കിൽ, യോഗിവര്യന്മാരെന്ന് പറഞ്ഞ ഒരു ഗുഹയിലിരുന്ന് അവർ ചിന്തിച്ചാൽ അവരെന്താണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചിന്തയാണ് നമ്മുടെ എല്ലാ ഭൗതികമായ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അവരുടെ അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് ആ സങ്കല്പിക്കുന്ന കാര്യത്തിനെ അവിടെ വരുത്തും, അതായത് അവിടെ സൃഷ്ടിക്കും. അത് അവർ വളരെ പ്യുവർലി ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷനാണ് അവർക്കുള്ളത്, അല്ലേ? ഇപ്പം നമ്മളൊരു പട്ടാളക്കാരൻ 2 പേരെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്, പക്ഷേ നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരാൾ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ ഈ
ആളെ നമ്മൾ ജയിലിലാക്കും. പക്ഷേ പട്ടാളം എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻറ്റൻഷനാണ് നമ്മുടെ രാജ്യത്തിനെ കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻറ്റൻഷനാണ് നമ്മളെ ആ ഒരു ഫലം നമുക്ക് തരുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനോടും കൂടി സമൂഹത്തിന് നന്മ വരത്തക്ക രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള ഫലം നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. എല്ലാ അഫർമേഷൻസും പക്ഷെ നടക്കാറില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലാത്തതുകൊണ്ടാണോ, അതോ എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ നടക്കാതെ വരുന്നത്? ഓക്കെ, അതൊരു നല്ല ക്വസ്റ്റ്യാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു, അതിനുശേഷം നമ്മളൊന്ന് അഫേം ചെയ്തു, പക്ഷേ നമ്മൾ വേണ്ടത്ര ഒരു ഏകാഗ്രത അതിൽ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ അഫർമേഷൻ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഏകാഗ്രത, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ആ തോട്ട് പ്രോസസ്സിൽ വേണം. പിന്നെ നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മളതിനെ നമുക്കത് ലഭിച്ചതായിട്ട് നമ്മൾ സങ്കല്പിച്ച് ലഭിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിന് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം. അപ്പം അങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെറിയ ഒരു ശക്തിയോടുകൂടി ആ ഒരു ചിന്താശക്തി ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ പുറമെ വീണ്ടും നമ്മൾ അഫേം ചെയ്യുക. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇന്നത്തെ കയ്യിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇരിക്കുന്നുണ്ട് അല്ലേ, ആ ഒരു ചിന്തയുടെ മാനിഫെസ്റ്റേഷൻ, അതായത് അദ്ദേഹത്തിൻ്റെ ചിന്താശക്തിയുടെ പുറകെ അടുത്ത ആളുടെ ചിന്താശക്തി എന്നു, അങ്ങനെ ഒരുപാട് ചിന്താശക്തികൾ, അതായത് ഗ്രഹാംബലിൻ്റെ ചിന്താശക്തിയിൽ അടുത്ത ചിന്താശക്തി എന്നു, അതിനുശേഷം വീണ്ടും ചിന്തകൾ ചെന്നു, അങ്ങനെ ഒരുപാട് ചിന്തകൾ ചെന്നതിന് ശേഷമാണ് ഇന്നത്തെ രീതിയിലുള്ള ഈ മൊബൈൽ ഉണ്ടായത്. അത് ഒരു ഉണ്ടായി വന്നത്. അപ്പം അതുപോലെ നമുക്ക് ആഗ്രഹം നമ്മൾ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം നമുക്ക് സാധ്യമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സബ് കോൺഷ്യസിൻ്റെ പവർ വളരെ വലുത്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഈ ജഗദംബ നമുക്കെല്ലാം തരും. അപ്പോൾ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ പോയി നമ്മൾ ആ ഒരു വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ പ്രാർത്ഥിച്ച, അപ്പോൾ നമ്മൾ ചിന്തിച്ച ഒരു ആൾ വരിക, അല്ലെങ്കിൽ ചില കാര്യം നമ്മൾ ആ കണ്ടത് അതേപോലെ തന്നെ നടക്കും. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി, ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് തന്നെ നമുക്ക് ആ തുടക്ക സമയത്തൊക്കെ. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ചിന്തിച്ച ആളെ കാണുക, അതായത് നമ്മൾ അപ്പം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കുക, നമ്മൾ എന്താണോ വിചാരിച്ചത് അത് തന്നെ നമുക്ക് മെസ്സേജ് വരിക. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ നമ്മളെന്താണ് നേടിയെടുക്കേണ്ടതെന്ന് നമുക്കൊരു കറക്റ്റ് ഒരു ഫോക്കസ് വേണം. അതിൻ്റെ പിന്നിലേക്ക് വീണ്ടും നമ്മൾ ഈ അഫർമേഷൻസ് പോകണം. അതായില്ലെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ആ ഒരു ഏകാഗ്രതയോടുകൂടി കണ്ടിന്യൂറ്റി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പിന്നെ റിസൾട്ട് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇത് വിശ്വസിച്ച് പോകുന്നത്. റിസൾട്ട് വരുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഓരോ മനസ്സും ഓരോ പെർസെപ്ഷനുകളെ പുറത്തേക്ക് വിടുന്നതാണ്. കാരണം 100 മനസ്സുണ്ടെങ്കിൽ 100 മനസ്സിന് കിട്ടിയത് 100 വ്യത്യസ്തമായ ഇൻലെറ്റ്സ് ആയിരിക്കും. അതായത് കാഴ്ചയും കേൾവിയും കൊണ്ട് കിട്ടിയിട്ടിരിക്കുന്ന 100 വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും 100 വരുന്നത്. അപ്പോൾ 101ാമത്തെ ആൾ പറയുന്ന കാര്യം ശരിയാണോ എന്നത് 100 പേരിലും പലരും പല രീതിക്കായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു പ്രതികരണം ഉണ്ടാവും. അത് നമ്മളെ സ്വീകരിക്കുകയാണെങ്കിൽ, അത് നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിച്ച ലക്ഷ്യത്തേക്ക് പോകത്തില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിനെ ലോജിക്കായിട്ട് നമ്മുടേതായ രീതിയിൽ ഡിസിഷൻ എടുക്കുക. ഈ നമ്മൾക്ക് ഇൻലെറ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ അതിനെ വിശകലനം ചെയ്യുക, ഇത് ശരിയാണോ. അത് നമ്മൾ തന്നെ ഒരു ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു വിശ്വാസമൊന്നുമില്ല, പാടില്ല. നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ മുന്നേറുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെടുക തന്നെ ചെയ്യും. നമസ്കാരം സർ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.